ഹലോ ഗായ്സ്, വെൽക്കം ടു റിസാഷ് വ്ളോഗ്സ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. ഇന്ന് നമ്മുടെ എസ്ദുവിന്റെ ആദ്യത്തെ വിഷുവാണ്. അപ്പോൾ എസ്ദു എഴുന്നേൽക്കുന്നതിന് മുന്നേ നമുക്ക് ചെറിയൊരു സദ്യ എസ്ദുവിന് വേണ്ടി ഉണ്ടാക്കാം. അപ്പോൾ കുക്കിംഗ് ടൈം. അപ്പോൾ ഗായ്സ്, ഞാനിന്ന് ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് കിച്ചടിയാണ് കേട്ടോ. അപ്പോൾ ഈ താളിച്ചൊഴിച്ച് കഴിഞ്ഞാൽ ബീട്രൂട്ട് കിച്ചടി റെഡിയായി. ഇനി നമുക്ക് നെക്സ്റ്റ് ക്യാബേജ് തോരൻ ഉണ്ടാക്കാം. ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടെല്ലാം മിക്സ് ചെയ്തിട്ടോ ക്യാബേജ് തോരൻ ഉണ്ടാക്കാറ്. അത് റെഡിയായി. അടുത്ത് നമുക്ക് കുറച്ച് അച്ചിങ്ങ തോരൻ ഉണ്ടാക്കാം. അത് വെന്ത് വരുന്ന ടൈം കൊണ്ട് നമുക്ക് സാമ്പാറിന്റെ കഷ്ണങ്ങളൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം. അച്ചിങ്ങ വെന്ത് വന്നിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് താളിച്ചെടുക്കാം. സാമ്പാർ കഷ്ണം വെന്ത് വന്നിട്ടുണ്ട്. ഞാനിന്ന് തേങ്ങയില്ലാത്ത സാമ്പാറാട്ടോ ഉണ്ടാക്കുന്നത്. അങ്ങനെ സാമ്പാർ റെഡിയായി. ഇനി അവിയലിലോട്ട് കിടക്കാം. അവന് റെഡിയായി ഗൈസ്. 2-3 പപ്പടം കൂടി വറുത്തെടുത്ത് കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ എസ്ദപ്പൻ ഉറങ്ങി എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ എസ്ദപ്പൻ്റെ സദ്യ വിളമ്പാം. എസ്ദപ്പ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇരിക്കണേണ്. സദ്യ കഴിക്കാൻ വേണ്ടി റെഡി ആയിരിക്കണേണ് എസ്ദു. എസ്ദുപ്പിന് ഫുഡൊന്നും വേണ്ട, പായസത്തിലോട്ടാണ് ചാട്ടം. ഗായ്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഹാപ്പി വിഷു വൺസ് അഗൈൻ. നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.